ഈ വയനാടുണ്ടായ പ്രകൃതി ദുരന്തം അത് നമ്മുടെ നാടിനേറെ വേദന ഉണ്ടാക്കിയിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ ആ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സേവന പ്രവർത്തനവുമായി ദുരന്ത നിവാരണ പ്രവർത്തനവുമായി DYFI കഴിഞ്ഞ 15 ദിവസമായി വളരെ സജീവമായി അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സർക്കാർ തിരച്ചിൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. വിവിധ സേനകളുടെ സഹായത്തോടു കൂടി സജീവമായി തിരച്ചിൽ പ്രവർത്തനം ഇപ്പോഴും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DYFIയും DYFIയുടെ യൂത്ത് ബ്രിഗേഡ് എന്ന നിലയിൽ യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ തിരച്ചിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഈ തിരച്ചിൽ പ്രവർത്തനം തുടരുന്ന ദിവസം വരെ DYFI രംഗത്തുണ്ടാവും എന്നാണ് അറിയിക്കാനുള്ളത്. ഇന്നിപ്പോൾ ചാലിയാറിൻ്റെ തീരത്ത് DYFIയുടെ 100-ൽ കൂടുതൽ വളണ്ടിയർമാർ ആ പ്രവർത്തനത്തിൽ നിലമ്പൂർ കാടുകളുടെ ഭാഗത്ത് അതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും DYFI ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോവും എന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ദുരന്തത്തിന് ഇരയായിട്ടുള്ള നിരവധി ആളുകൾ അവരെല്ലാം സാധാരണ നിലയിൽ വിവിധ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തവരാണ്. സ്വാഭാവികമായിട്ടും അതിന് തിരിച്ചടവും അങ്ങനെയെല്ലാമുള്ള പ്രക്രിയയിൽ കൂടിയാണ് അവർ ആ ദുരന്തത്തിൻ്റെ ആ നിമിഷം വരെ കടന്നുപോയിട്ടുള്ളത്. പക്ഷേ ആ ദുരന്തത്തിന് ശേഷം ചില സ്വകാര്യ ബാങ്കുകൾ ഇപ്പോൾ ദുരന്തത്തിൻ്റെ അവശേഷിക്കുന്ന ആളുകളോട് എത്രയും പെട്ടെന്ന് പണം തിരിച്ചടക്കണം എന്നൊക്കെയുള്ള ആവശ്യം മുൻനിർത്തി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ അത് ഒട്ടും മനുഷ്യത്വപരമായ സമീപനമല്ല. ഈ മനുഷ്യത്വപരമല്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ആ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളോട് അങ്ങേയറ്റം മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ബാങ്കുകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഇനി ഏതെങ്കിലും ഒരാളോട് അത്തരം സ്വകാര്യ പണമിടപാട് സംഘങ്ങൾ വന്ന് പണത്തിനാവശ്യപ്പെടുകയോ ലോൺ അടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംസാരം ഉണ്ടാവുകയോ ചെയ്താൽ അത്തരം ബാങ്കുകളിലേക്ക് DYFI ശക്തമായ സമരം സംഘടിപ്പിക്കും എന്നാണ് ഇവിടെ അറിയിക്കാനുള്ളത്. ഞങ്ങളിപ്പോൾ ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ സംസ്ഥാന ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പോൾ അത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ട് എങ്ങനെയാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് പെരുമാറാൻ വേണ്ടി കഴിയുന്നത്? അവർക്കിനി തിരിച്ചുപോയ അവരുടെ സ്ഥലം പോലും അവിടെ ഇല്ല. ആ സ്ഥലം ഈട് നൽകിയിട്ടാണ് അവർ വായ്പ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ഈട് നൽകിയെടുത്തിട്ടുള്ള വായ്പയുടെ മേൽ ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഭാഗമായി ബുദ്ധിമുട്ടിച്ചു എന്ന ഒരു വാർത്ത വന്നാൽ അത്തരം ബാങ്കുകൾ മാനന്തവാടിയിലും വയനാട്ടിലും പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് ജനങ്ങളെ അണിനിരത്തിയിട്ട് DYFI തീരുമാനിക്കും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഭാഗമായിട്ട് ആളുകളുടെ ജീവന ഉപാധികൾ, ഇപ്പം വാഹനങ്ങൾ ഉള്ള ആളുകളുണ്ട്, പശു ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങൾ, ഇതൊക്കെ നഷ്ടപ്പെട്ട അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തുറന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇങ്ങനെയുള്ള ജീവനോപാധികൾ അടിയന്തരമായും അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ പുനരധിവാസ പാക്കേജിൽ അത്തരം കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരമുണ്ടാക്കി കൊടുക്കണം എന്നും DYFI ഇന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് നിങ്ങളോട് ഇപ്പം പങ്കുവെക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ കേരള ബാങ്ക് അവരുടെ ലോണുകൾ എഴുതിത്തള്ളും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരള ബാങ്ക് സ്വീകരിച്ച മാതൃകാപരമായ സമീപനം മറ്റ് ബാങ്കുകളും സ്വീകരിക്കണം. അപ്പോൾ മറ്റ് ബാങ്കുകളിൽ അങ്ങനെയുള്ള സമ്മർദ്ദം ചെലുത്തണം എന്നുകൂടി മുഖ്യമന്ത്രിയോട്, ഗവൺമെൻറ്റിനോട് DYFI ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ DYFI അല്ല, ഞങ്ങൾ പറഞ്ഞത് അവിടെയുള്ള വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടൊരു പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അത് ഗവൺമെൻറ് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, ആ ചർച്ച. അപ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഗവൺമെൻറ് എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ ആ പദ്ധതിയുടെ ഭാഗമാവും. ഞങ്ങളിപ്പോൾ ആ പദ്ധതിക്ക് വേണ്ടി വളരെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നാട്ടിലെമ്പാട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം,
കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് വളരെ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ഒരു ഫണ്ട് കളക്ഷൻ രീതിയാണ് ഡിവൈഎഫ്ഐ അവലംബിച്ചത്. അത് ചായക്കട നടത്തിയിട്ടും അതുപോലെ തന്നെ വിവിധ ജോലികൾ എടുത്തും അധ്വാനം, അതുപോലെ തന്നെ ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യത്തെ മുൻനിർത്തിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ ഒരു യൂണിറ്റ് കമ്മിറ്റി 11,000 രൂപ ശേഖരിച്ചു. അത് ഇടുക്കിയിൽ നിന്ന് ചക്ക സംഭരിച്ച് ടൗണിൽ കൊണ്ടുപോയി വിറ്റിട്ടാണ്. അപ്പോൾ ചക്ക വിറ്റിട്ട് 11,000 രൂപ സമാഹരിക്കുകയാണ്. തളിപ്പറമ്പിൽ ഒരു മേഖലാ കമ്മിറ്റി ഈ ഡിവൈഎഫ്ഐയുടെ ഈ വീട് നിർമ്മാണ പദ്ധതി അറിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ ഒരേക്കർ പറമ്പിലുള്ള തെങ്ങിൽ കയറിയിട്ട് തേങ്ങ മുഴുവൻ നിങ്ങൾ പറിച്ചെടുത്തുള്ളൂ. പിറ്റേ ദിവസം 100 കണക്കിന് ഡിവൈഎഫ്ഐയുടെ വളണ്ടിയർമാർ തെങ്ങിൽ കയറി തേങ്ങ പറിച്ച് അതിൽ നിന്നുള്ള വരുമാനം ഈ ഫണ്ടിലേക്ക് മാറ്റിയ അനുഭവം ഉണ്ടായി. അങ്ങനെ വളരെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ചായക്കട നടത്തിയും ഒക്കെ പണം സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രഖ്യാപിച്ചതിനേക്കാൾ കൂടുതൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സമാഹരണത്തിലേക്കാണ് ഡിവൈഎഫ്ഐ പോകുന്നത്. ഈ ഫണ്ടുമായി സഹകരിക്കുന്ന എല്ലാവരോടും ഡിവൈഎഫ്ഐക്കുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്.